വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ഫേക്ക് ന്യൂസുകളും വീഡിയോസും ഷെയർ ചെയ്യാനുള്ളതല്ല നമ്മളെ ലൈഫ്. ചില ആൾക്കാർക്ക് എന്തുണ്ടിയാലും ഖിയാമത്ത് അടയാളവും എവിടെ യുദ്ധം നടന്നാലും ഖിയാമത്ത് ആ യുദ്ധവും തമ്മിലുള്ള ബന്ധം പറയലാ പണി. അത് ഷെയർ ചെയ്യലും കേട്ടിരിക്കലും അല്ല നമ്മളെ പണി. ഖിയാമത്ത് നാളിനൊക്കെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാതെ ഒരാശയും നമ്മൾ ഷെയർ ചെയ്യരുത്, വിശ്വസിക്കരുത് എന്ന ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വേറെ ആരുടെയെങ്കിലും പേരിൽ കളവ് പറയുന്ന പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ അയാൾക്ക് നരക സീറ്റ് ടിക്കറ്റ് കൺഫേമാ എന്ന് പറഞ്ഞാൽ നരക സീറ്റ് ഉറപ്പായിട്ടുണ്ട്. അതിന് ഒരുങ്ങിക്കോളി എന്നുള്ള മുന്നറിയിപ്പാണ്. നബിവചനം എന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യരുത് എന്ന ഇടയിൽ മോമിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ഇന്നാലിന്ന സ്വലാത്തിന് ഇന്നാലിന്ന മഹത്വം, ഇന്നാലിന്ന് ചെല്ലിയാൽ 80,000 സ്വലാത്തിന്റെ കൂലി, ഇന്നാലിന്ന് ചെയ്താൽ 48 നേട്ടങ്ങൾ. ബ്രാക്കറ്റിൽ നബിവചനം. അറിയോ നമ്മളെ നബി പറഞ്ഞിട്ടുണ്ടോന്ന് അറിയോ? അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. ഉസ്താദേ അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം അറിയാണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? വിവരമില്ലാത്തൊരു വിഷയം ഷെയർ ചെയ്യരുത്. സാധാരണക്കാര് ദയവ് ചെയ്തിട്ട് ഓൺലൈൻ മുഫ്തിയാവരുത് എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു. 2 ബുർദയും 3 മദ്ഹ് ഗാനും പാടുമ്പോഴേക്ക് മുഫ്തിയാവാനുള്ള തത്രപ്പാടൊന്നും നമ്മൾ ചെയ്യരുത്. അവരവരുടെ പണിയെടുത്താൽ മതി. ആലിമീങ്ങളെ പണിയെടുക്കും. സാധാരണക്കാർ അപ്പരിപാടിക്ക് നിൽക്കരുത്. സാധാരണക്കാർ വിവരമില്ലാത്തവർ ലോകത്തെ ഏത് തമ്മാടിത്തം ചെയ്യുന്നതിനേക്കാളും അപകടമാണ് വിവരമില്ലാത്ത വിഷയം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് റൂഹുൽ ബയാനിൽ വായിക്കാൻ പറ്റും. അവര് ലോകത്തെ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അവർ വിവരം ഇല്ലാതെ അടിച്ചങ്ങ് പറയുക. കാരണം 4 സദസ്സും മൂപ്പരുടെ സ്വന്തം ചാനലിന് അത്യാവശ്യം വ്യൂവേഴ്സും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ആയത്തുൽ കുർസിന്റെ മഹത്തങ്ങ് തട്ടിയാലോ എന്ന് മൂപ്പര് വിചാരിക്കണത്. ആയത്തുൽ കുർസിയുടെ 36 നേട്ടങ്ങൾ 35 ഹദീസിൽ വന്നു എന്ന് വിചാരിച്ചോ. 1 വന്നിട്ടില്ലെങ്കിൽ കുടുങ്ങിപ്പോ. അതിന് നമ്മൾ നിൽക്കരുത്. അവനവന്റെ പണി അവനവൻ ചെയ്യും.